ആർട്ടായിരുന്നു. അത്തോ അല്ല ഇന്ന് ആർട്ടായിരുന്നു വെച്ച് പറയും. എന്നും ആർട്ട് തന്നെയല്ലോ. ഞാനിതാ തുറക്കാൻ പോകുന്നു. കോഴിക്കോടൻ ബിരിയാണി വാങ്ങില്ലേ? ആ ഒരു മണം അടിച്ചു. ഒരു നിമിഷം അടിച്ചില്ലേ? ഇവിടെ എത്തിയിട്ടില്ല. അത് അയ്യോ കാറ്റടിക്കണ്ടേ? ആ ബിരിയാണി കഴിക്കാം എന്നിട്ട് പറയാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വീക്കെൻഡ് ആയിട്ട് ഇവിടെ ഒരാൾക്ക് എക്സാം ആണ് അല്ലേ? ആർട്ട്. ഇന്ന് എത്രാമത്തെ പേപ്പർ? 6 പേപ്പർ. അന്നാ 6th പേപ്പർ. ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട്. 11 പേപ്പർ ഉണ്ട്. ഫസ്റ്റ് ടേം ആണ്. അപ്പൊ അതിന്റെ ഒരു ഓട്ടപ്പാച്ചിലാണ്. അപ്പൊ മിത്തുവിനെ എക്സാമിന് കൊണ്ടാക്കി ഞങ്ങൾ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി. അപ്പൊ അത് കഴിഞ്ഞിപ്പോ രമേശേട്ടൻ പറഞ്ഞു വല്ല ഭക്ഷണമൊക്കെ കഴിക്കാം. കാരണം എന്നും വീട്ടിൽ ഓട്സും പരിപാടികളൊക്കെ അല്ലേ സാധാരണ വീട്ടിലൊക്കെ. ആഴ്ച കുറേ കാലമായി സത്യം പറഞ്ഞാൽ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചാൽ രമേശേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ നെറൂള അമ്പലത്തിലേക്ക് വന്നതായിരുന്നു. നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി നെറൂള അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണവും കഴിച്ച് ഇതാ ഇപ്പം ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 11:30 വരെ മിത്തുക്കുട്ടിക്ക് എക്സാം ഉണ്ട്. ഞങ്ങൾ കഴിച്ച് മിത്തുക്കുട്ടിക്ക് ഉണ്ണിയപ്പം വാങ്ങിച്ചു. ഇവിടെ ഒരാളെ എക്സാം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. വന്ന് ചോക്കോസ് കഴിക്കാണ്. എക്സാം 2 മണിക്കൂർ കഴിഞ്ഞപ്പോ 11:30. അപ്പൊ ഞാനിവിടെ പ്രിപ്പറേഷനിലുള്ള സമയം. എക്സാം എങ്ങനെയുണ്ട് ചോദിച്ചാൽ പറഞ്ഞു സൂപ്പറാണ് ചോദിച്ചു. ഞാൻ ആർക്ക് അങ്ങനെ ഒരു എക്സാം പോലും ടഫാണെന്നോ മോശമാണെന്നോ പറയില്ല. എക്സാം ഭയങ്കര എളുപ്പമായിരിക്കും അല്ലേ? കണ്ടെത്തി ആർട്ടായിരുന്നു. അത്തോ അല്ല ഇന്ന് ആർട്ടായിരുന്നു വെച്ച് പറയും. എന്നും ആർട്ട് തന്നെയല്ലോ. ആർട്ട് ART. മറ്റേ ആറില്ലാത്ത ആർട്ട് ഇവിടെ എന്നും നടക്കാറുണ്ട്. ഇത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ഭയങ്കര ഡയറ്റ് അല്ലേ? അതുകൊണ്ട് ഒരു തുള്ളി എണ്ണല്ലാത്ത ബിരിയാണി. അത് ശരി. അതുകൊണ്ട് അതുകൊണ്ട് ചോദിച്ചു ഒരു പീസ് പോലും ചിക്കൻ ആയിട്ട് ബിരിയാണി എടുത്ത്. ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ബിരിയാണി. ഒരു സ്പൂൺ പോലെ എണ്ണ ഇടാത്ത ബിരിയാണിയാണ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാട്ടോ. പക്ഷെ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഇടും. കാരണം എനിക്ക് പേരിനെങ്കിലും ഒരു നെയ്യ് വേണം. അപ്പൊ അതേ ടേസ്റ്റ് ആണ്. കൈമ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നുണ്ടല്ലോ. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. കാരണം 10 മിനിറ്റിൽ ബിരിയാണി റെഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അത് മാത്രല്ല ഒരു ഓയിൽ പോലും ഇല്ല. സാധാരണ ബിരിയാണി എല്ലാവരും കഴിക്കാൻ മടിക്കുക എന്താ വെച്ചാൽ അയ്യോ ഇത് എന്താ പറയാ ഓയിലല്ലേ ഭയങ്കര കാലറി അല്ലേ എന്നാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ എല്ലാ ആഴ്ച ഉണ്ടാക്കണമെങ്കിൽ പിന്നെ നല്ലപോലെ ആ സെയിം ബിരിയാണി ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം എണ്ണയിലൊക്കെ പൊരിച്ച് പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാം. സോ ഉള്ളിയും തക്കാളിയും എല്ലാം റെഡിയായി. ഇനി നമുക്ക് കുക്കർ ബിരിയാണിക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മിനിമം വെച്ചാൽ നല്ലതാണ്. കാരണം പിന്നുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു പണിയേ അല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ കുക്കറിലാണ് കേട്ടോ. അത് സാധാരണ ഇങ്ങനത്തെ ഒരു കുക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ നോർമൽ കണ്ടിട്ടുള്ളവരുണ്ടാവും അതല്ല. പക്ഷെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോലെയല്ല. ഭയങ്കര അടിപൊളി കുക്കറാണ്. ഇതൊരു 3.5 ലിറ്ററിന്റെ കേട്ടോ. ഇതിന്റെ ഒരു 5 ലിറ്ററിന്റെയും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഇതിലാണ്. ഇത് കുറച്ചും കൂടി ഈസിയാണ്, സൂപ്പറാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റാൽ ആർട്ടിസൻ ഹൈബ്രിഡ് വേഴ്സറ്റൈൽ കുക്കറാണ്. 3 ലിറ്ററിൻ്റെ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു വേഴ്സറ്റൈൽ ഡിസൈനാണ്. അതിനൊരു ലിഡും വരുന്നുണ്ട്, ഗ്ലാസ് ലിഡ്. അപ്പോൾ നമുക്കൊരു ബിരിയാണി പോട്ട് പോലെയും അങ്ങനെയും യൂസ് ചെയ്യാം. ഇത് പ്രഷർ കുക്കറായിട്ട് യൂസ് ചെയ്യാം, പാനായിട്ടും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 0% അലുമിനിയം ആണ്. 2 ലിഡാണ് വരുന്നത്. ഒന്ന് നമുക്ക് ഗ്ലാസ് ലിഡ് നമുക്ക് സെർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ പ്രഷർ ലിഡ്. അത് ആ ഒരു ട്രിപ്പിൾ സേഫ്റ്റി മെക്കാനിസം ആണ് ഇതിന് ഉള്ളത് കേട്ടോ. ഒരു കുക്കിംഗ് കുറച്ചും കൂടെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറേ കാലം ഡ്യൂറബിളും ആണ്, സേഫും ആണ്, ISI സർട്ടിഫൈഡ് ആണ്. ഇങ്ങനെ തുറക്കുക അടയ്ക്കുക. സാധാരണ നമ്മൾ കുക്കർ യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾ നോക്കി നോക്കും. ഇങ്ങനെ തുറന്നിട്ട് അത് ജസ്റ്റ് ലോക്ക് ചെയ്യാനും അതേപോലെ അൺലോക്ക് ചെയ്യാനും പറ്റും. ഇത്രയും അടിപൊളി ഫീച്ചേഴ്സ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പൊ നമുക്ക് ഈ കുക്കറിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. കാരണം ഇതിൽ തന്നെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു 1/2
അരമണിക്കൂറെങ്കിലും വെക്കാം, അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും വെക്കാം. അപ്പം ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് മാരിനേറ്റ് ചെയ്യണത് കേട്ടോ. അപ്പം നമ്മളിവിടെ ഏകദേശം 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 മീഡിയം സൈസ് സവാള, തക്കാളി, ഒരു വലിയ തക്കാളി, മഞ്ഞൾപ്പൊടി, നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 4 പച്ചമുളക്, കുറച്ചധികം 1 കിലോന് വേണ്ട ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നന്നായി ക്രഷ് ചെയ്യുക. തലശ്ശേരി ബിരിയാണിയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആണല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വെറും പച്ചമുളക് ആക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പേരിന് കുറച്ച് മുളക് പൊടി, ശരിക്കും മുളക് പൊടി ഇടില്ല, ഇടണ്ടാത്തവർക്ക് ഇടാതിരിക്കാം, പക്ഷെ ഞാൻ പേരിന് കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാലയും കൂടെ ഇടാൻ. ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയും പുതിനയും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യണേ. അപ്പോഴാണ് അതിലേക്ക് അത് പിടിക്കുക. ഇനി നമുക്കിതൊരു 1/2 hour ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം ഇത് 1/2 hour കഴിഞ്ഞു. അപ്പം നമുക്കിനി കുക്കറിൽ ഈ ഒരു ചിക്കൻ മാരിനേഷൻ ആദ്യം വേവിച്ചെടുക്കാം. റൈസ് പിന്നിടാം, ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു ഗുണം കണ്ടോ, ഈ ഒരു അടപ്പുള്ളതിൻ്റെ ഗുണം നോക്കി നമുക്ക് കണ്ടോ, ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് ഇപ്പം നമ്മൾ വിസിൽ വെക്കാൻ പോവല്ലേ, അപ്പം ഇത് അടയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലേ പാടുള്ളൂ. ചിക്കനിന്ന് വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിൽ വെച്ചിട്ട് ഇതങ്ങോട്ട് വേവിച്ചെടുക്കാം. സോ കുക്കർ കറക്റ്റ് ഒരു വിസിൽ വന്നു, വിസിൽ പോയി നോക്കി നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായി വെന്ത്, അപ്പൊ ചിക്കൻ തന്നെ നല്ലോണം അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് ഇടാം. ഇതാ ഈ വക സ്പൈസസ് ഒക്കെ എന്തായാലും നമ്മൾ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് ആ ഒരു ബിരിയാണിയുടെ മണം കിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ ജാതിപത്രി, എല്ലാ സാധനങ്ങളും, എല്ലാ ഹോൾ സ്പൈസസും ഇട്ട് കൊടുക്കാം. എല്ലാം ഇത് മസാല ബോക്സ് ആണ്. അപ്പോൾ അതാ ഇതിൽ വേണമെങ്കിൽ നമുക്ക് തൈരും ചേർക്കാം. പക്ഷേ തൈര് ചേർത്തിട്ട് നമ്മൾ ചിക്കൻ ഇത് ഓൾറെഡി സോഫ്റ്റ് ആവും കുക്കറിലായതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴേ തൈരും കൂടെ ഒന്ന് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത് ഓൾറെഡി നല്ല സോഫ്റ്റ് ചിക്കനും ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ തൈര് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കൈമാ റൈസാണ്. ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് ഊറ്റിയെടുത്തതാണ്. നമ്മൾ 2 കപ്പ് കൈമ എടുത്തിരിക്കണം. അതിലേക്ക് 2 കപ്പ് തന്നെ ചൂടുള്ള വെള്ളം. 2 കപ്പ് മതിയാവും, കാരണം ചിക്കന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അത് അല്ലെങ്കിൽ കൂടുതലാവും. പിന്നെ കുറച്ചും കൂടെ റൈസിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അരി അവിടെ തന്നെ കിടന്നോട്ട്. ഞാൻ കുറച്ച് വിനീഗറാണ് ഒഴിക്കുന്നത്, എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ ഒഴിക്കാം, ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട കാരണം പിന്നെ ആ ചിക്കനിൽ കിടന്നിട്ട് തന്നെ മറ്റേ റൈസ് വേവുന്ന കാരണം അടിപൊളിയായിരിക്കും. അപ്പം ഇതിൽ ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിക്കണില്ല, കാരണം ഞാൻ കുറച്ച് നെയ്യിൽ, ഇതിപ്പോൾ എന്താ പറയുക ഓയിലില്ലാത്തത്, എന്നാലും ഞാൻ പേരിന് കുറച്ച് നെയ്യിൽ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുക്കൂട്ടോ. ഇനി വേണമെങ്കിൽ ഇനിയും പുതിനയും മല്ലിയൊക്കെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ലാസ്റ്റ് അത് എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്. ഇനിയും അടച്ചു വയ്ക്കാം. ഇനി ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കി. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും ഓയിലില്ലാതല്ലേ, അപ്പോൾ അതാ ഒരു കുഞ്ഞു ടീസ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഫൈനൽ ഒരു ടച്ചിന്. നമ്മുടെ ആ ഉള്ളി പൊരിച്ചതൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ, അതൊക്കെ ആകുമ്പോൾ ഓയിൽ കുറയാവില്ലേ. എയർ ഫ്രയറിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇതൊരു ഹെൽത്തി വേർഷൻ ഓഫ് കുക്കർ ബിരിയാണിയാണ്. പിന്നെ മിത്തു കുട്ടിക്ക് വേണ്ടിയിട്ട് 2 പപ്പടം. ഞങ്ങൾക്ക് സാലഡ് ഉണ്ട്, മിത്തു സാലഡ് തൈര് കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും കുട്ടി കഴിക്കട്ടെ. അപ്പോൾ പപ്പടം അച്ചാറൊന്നും കഴിക്കില്ല, അപ്പോൾ പപ്പടം കാച്ചാന്ന് വിചാരിച്ചു. അയ്യോ, ഇതാണ് നമ്മുടെ എന്താവുമേ എന്താ ദൈവമേ ശരിയാവണേ. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പാളി പോവാറുണ്ടല്ലോ. അപ്പോൾ കുക്കർ ബിരിയാണി ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ ഓയിലൊന്നും ഒഴിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കണത് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ പോലും അരമണിക്കൂറിലേറെ എടുക്കും. അല്ല, ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. എന്താ അത്ര വായ വെക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബട്ട് എന്തായാലും നമുക്ക് അറിയില്ലല്ലോ, അറിഞ്ഞിരിക്കണം. വിശപ്പ് അങ്ങേ തലക്കില് വന്നിങ്ങനെ വാതിലില് മുട്ടി ചവിട്ടി പൊളിച്ചോണ്ടിരിക്കുക. വാതില് ഇപ്പൊ തകർന്ന് വീഴും. എന്താ അറിയില്ല, ഡൈജഷൻ നല്ലതാണ്, നല്ല ഡൈജഷൻ.
ദഹനം കൂടുതൽ. വിശപ്പ് കാരണമാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല ബിരിയാണി കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ചോറും കഞ്ഞിയും ചിക്കനും കഴിക്കാം. കാരണം അത് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ ഏകദേശം ഒരു കറക്റ്റ് അളവ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിച്ചതാണ്. ഞങ്ങൾക്ക് 3 പേർക്കും അതെ ഫിഷാണ് കൂടുതൽ ഇഷ്ടം ചിക്കനേക്കാളും. ചിക്കൻ അങ്ങനെ കഴിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഫിഷ് ഭയങ്കര ഇഷ്ടം. ഫിഷ് എനിക്കാണെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ ഫിഷ് കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഫിഷ് ഫ്രൈ ഇല്ല, നമ്മുടെ നെയ്മീൻ ഇങ്ങനെ കറി പോലല്ലേ, മുളകിട്ട കറി, കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് എനിക്ക് കൂടുതൽ. തേങ്ങ അരച്ചതാകുമ്പോൾ എന്നും തേങ്ങ അരയ്ക്കുന്ന അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ കോട്ടയം മീൻ കറിയാണ് അടിപൊളിയാണ്. സോ നമുക്ക് പപ്പടം കൂടാക്കാം. ചമ്മന്തി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പിന്നെ ഒരു മടി. പിന്നെ ചമ്മന്തി ആകുമ്പോഴും കാലറി കൂടുതലാണല്ലോ, തേങ്ങയല്ലേ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ എന്താ വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ഇങ്ങനെ നോക്കുമ്പോൾ സാറ്റർഡേ സൺഡേ ചെറിയ രീതിയിലൊരു ഇങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോഴും അത്ര ഒരു ഗിൽട്ട് ഇല്ല. മൺഡേ ടു ഫ്രൈഡേ നല്ല കട്ട ഇതാണ്. അങ്ങനെ ഞാനിതാ തുറക്കാൻ പോകുന്നു. ഭൂതാണോ അതിൻ്റെ ഉള്ളിൽ ചാടാൻ? ഞാനുണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ, ടേസ്റ്റിനെ അറിയില്ല. മണം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയിട്ട് ഈ കാലിക്കറ്റ് ബിരിയാണിയൊക്കെ നമ്മൾ കോഴിക്കോടൻ ബിരിയാണി വാങ്ങില്ലേ, ആ ഒരു മണം അടിച്ചു. രമേശേട്ടൻ അടിച്ചില്ലേ? ഇവിടെ എത്തിയിട്ടില്ല അത്. അയ്യോ, കളർ നോക്കിക്കേ, കളർ ശരിക്കും അതേ കളറ്. അതായത് മസാല കുറവുള്ള, ലൈറ്റ് കുറച്ച് കാണിച്ചു കൊടുക്കൂ. അതായത് മുളക് പൊടിയുടെ കളർ ഇല്ലാത്ത അല്ലേ? ഇനി നോക്കട്ടെ കേട്ടോ. എന്നാ പിന്നെ ഇനി കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഒരു ഓയിലും ഇല്ലാതെ. സാധാരണ ഞാൻ എണ്ണയിലിട്ട് വറക്കുമ്പോൾ പോലെ ഇത്ര മണം ഉണ്ടാവാറില്ല. അതെന്താ വെച്ചാൽ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചില്ലേ, സാധാരണ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെക്കാവും നല്ലത്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ ആഴ്ചയും നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. റൈസിൻ്റെ അളവ് കുറച്ചിട്ട് ഞാനിവിടെ വിത്ത് കുട്ടിയുടെ പപ്പടം കാഷ്യൂ കിസ്മിസ് ഒക്കെ ഇടാൻ പോവാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എയർ ഫ്രയറിൽ ഉള്ളി പൊരിച്ചത് സെയിം എണ്ണയിൽ പൊരിച്ച അതേപോലെ അങ്ങനെ ഇടാം. കുറച്ച് പുതിനയും മല്ലിയൊക്കെ ഇട്ടാൽ പെർഫെക്റ്റ് ആ ഒരു ഇത് തന്നെ കേട്ടോ. രസമുണ്ട്, സംഭവം കൊള്ളാം. ബിരിയാണിക്ക് എപ്പോഴും നമുക്ക് വരുന്ന ഒരു ടെൻഷൻ, ടേസ്റ്റിന് വ്യത്യാസം വരില്ലല്ലോ. അരി പെർഫെക്റ്റ് ആട്ടോ. അതായത് ഈ ചിക്കൻ ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു വിസില് വരുത്തുമ്പോൾ അതിൽ കുറച്ച് വെള്ളം വരും. പിന്നെ നമ്മൾ ഇത് 1 കിലോന്റെ അടുത്തുള്ള ചിക്കൻ്റെ അളവാ പറയണം. പിന്നെ കറക്റ്റ് ഞാൻ 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ്സിന് വെറും 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ബാക്കിയുള്ള വെള്ളം അതിൽ നിന്നുണ്ടാവും. പെർഫെക്റ്റ് ആയിരിക്കും. ഇതിലൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ചിക്കൻ്റെ റൈസൊക്കെ നോക്കിയേ, കുഴങ്ങിട്ട് പോലും ഇല്ല, ഇങ്ങനെ വിട്ട് കിടക്കണം. കല്യാണ ബിരിയാണി, നമ്മുടെ കല്യാണത്തിന് കിട്ടുന്ന അതേ ബിരിയാണി. ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ നെയ്യിടാത്തതാണെന്ന്? എന്നാലും ഞാൻ പേരിന് കാഷ്യൂര് കുറച്ച് നെയ്യിട്ടുണ്ട് ഇതിൻ്റെ ഒരു സമാധാനത്തിന് കേട്ടോ. അടിപൊളി, വേഗം കഴിക്കാൻ. ഇതിന് ശരിക്കും ആ ചമ്മന്തി, പപ്പടും അച്ചാറും ഒരു പൈനാപ്പിളും ഒരു സുലൈമാനിയും കൂടെ വേണം. അതേ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണങ്ങൾക്ക് പോയാൽ ഈ ഒരു കളറായിരിക്കും ബിരിയാണിക്ക്, ഒരിക്കലും റെഡ് കളറേ വരില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് റെഡ് കളർ കാണുന്ന ബിരിയാണിയെ ഇഷ്ടമല്ല. ബാംഗ്ലൂരത്തെ കുറച്ച് മേഘ്ന ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി പോലത്തെ കുറച്ചല്ലാത്ത ബാക്കി എപ്പോഴും, എന്നാലും എപ്പോഴും ഫേവറേറ്റ് ഈ ബിരിയാണി തന്നെയായിരിക്കും അല്ലേ? അതെന്താണെന്നറിയില്ല, അത് ആ കൈമട ടേസ്റ്റ് ആണോ അതറിയില്ല. ഇതാണ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് മസാല ഇഷ്ടമല്ല. എനിക്ക് ആ അരിയാണ് ബിരിയാണിയുടെ മെയിൻ ആയിട്ട് ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ എന്തോ അതുകൊണ്ടാണ് നമ്മുടെ മലബാർ ഏരിയയിൽ ബിരിയാണി ഇഷ്ടമായി വരുന്നത്. പെർഫെക്റ്റ്, അടിപൊളി. ഡയറ്റ് ചെയ്യുന്നവർക്ക് ധൈര്യമായി ഉണ്ടാക്കാം. ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന് സെർവ് ചെയ്യാം. എനിക്ക് വിശക്കുന്നേ. ക്വാളിറ്റി ചെക്സ്. ടേസ്റ്റ് അത് മിക്സ് ചെയ്യണം. പക്ഷെ മണം അടിപൊളി മണം വരുന്നുണ്ട് അല്ലേ? യെസ്. നമ്മളെ ഗസ്റ്റ് ഒന്നും വരുമ്പോ ഇങ്ങനെ മണക്കാറില്ല കേട്ടോ. നമ്മള് 3 പേരല്ലേ ഉള്ളു വെച്ചിട്ട് മണത്തതാണ്. അപ്പോ ആ ഒരു മഞ്ഞ കളറിലാണ് എന്റെ സന്തോഷം. അടിപൊളി. ആ അതെ, വിശപ്പ് വിളിക്കുന്നു. സോ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്.
റൈസ് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ആ ഒരു ചിക്കനിലെ ഫുള്ള് മസാല പിടിച്ച് ആ വെള്ളത്തിൽ കിടന്ന് വെന്ത റൈസല്ലേ, അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ട്. ചിക്കനും നല്ലോണം വെന്തിക്കണം, കാരണം 2 വിസിൽ വരുമ്പോഴേക്കും ചിക്കൻ നല്ലോണം വെന്തു. ചിക്കനിൽ സ്പൈസസും പിടിച്ചിട്ടുണ്ട്. എരിവ് കുറച്ച് കുറവാണ്, കാരണം ഇവിടെ അത്ര സ്പൈസി ഇഷ്ടമല്ല. അതുകൊണ്ട് പച്ചമുളക് കുറച്ചിട്ടിട്ട്, എന്നാലും ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പക്ഷെ എരിവ് എനിക്ക് കുറച്ചും കൂടെ ആവായിരുന്നു ചിക്കനിൽ എന്ന് ഇങ്ങനെ തോന്നുന്നു. ചിക്കനിലേക്ക് എരിവ് കുറച്ച് കുറവാണ്, പക്ഷെ റൈസ് അടിപൊളിയാണ്, രക്ഷയില്ല കേട്ടോ. പെർഫെക്റ്റ് വേവ്. അപ്പോൾ സ്പൈസ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാം. പിന്നെ എന്താ, ബാക്കിയെല്ലാം പെർഫെക്റ്റ്. എണ്ണ ഇല്ല എന്നങ്ങനെ ഫീലേ ചെയ്യുന്നില്ല. നല്ലോണം എണ്ണയിൽ കഴിക്കുമ്പോഴേ ഉള്ളൂ അവസാനം നെയ്യ് ഇങ്ങനെ വരണം, അങ്ങനെയൊന്നുമില്ല. അത് ആ ഒരു കാഷ്യൂവിനും കിസ്മിസിനും നമുക്ക് റെഡിയാക്കിയാൽ മതി. കാരണം ചിക്കൻ ഫ്രൈ ഒന്നും ചെയ്തിട്ടല്ലല്ലോ ആരും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക. നമ്മുടെ ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ല, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ എരിവ് കുറച്ച് കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാം പെർഫെക്റ്റ് അല്ല വിത്തോ? അങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റല്ലേ? അതും ടേസ്റ്റ്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാൻ. എന്താ, നന്നായി ഉറങ്ങാൻ. യെസ്, ഫുഡ് അടി കഴിഞ്ഞ് ഇതേ ഇവിടെ പണി നടക്കുന്നതിൻ്റെ നല്ല ബഹളമുണ്ട്. ഇതേ ഈ ബിൽഡിങ്, അപ്പുറത്തെ ബിൽഡിങ്ങിൽ. അപ്പം ഞാനൊന്ന് ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഹെയർ കളർ ഒന്ന് ചെയ്യാൻ വേണ്ടി പോയി നോക്കുകയാണ്. ഉറപ്പില്ല, കാരണം ഞാൻ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല, കാരണം ഇത് ചെയ്യാൻ തുടങ്ങി 5-6 മണിക്കൂർ എടുക്കും. സോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്ലാൻ ഫ്ലോപ്പ് ആവും. എന്നാലും ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഹെയർ കളർ ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭാഗ്യത്തിന് ഞാനൊരു 3-3:30 എത്തിയ കാരണം വലിയ കുഴപ്പമില്ല, പുതിയ ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ചെന്ന് കളർ ചെയ്യാനിരുന്നു. ഇത് നമ്മൾ സ്ഥിരം വരുന്ന ഗ്ലേഷ്യ സലൂണിലാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ മുന്നത്തെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഹെയർ വാഷൊക്കെ ചെയ്തു. ഞാൻ ഹൈലൈറ്റാണ് ചെയ്യുന്നത്, ഗ്ലോബൽ അല്ല. ഞാനൊരു കാരമൽ ഷെയ്ഡ്, എനിക്ക് ആ ഒരു ഷെയ്ഡ് നല്ല ഇഷ്ടമാണ്. അതെൻ്റെ സ്കിന്നിനും നന്നായിട്ട് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അധികമൊന്നും ചെയ്യുന്നില്ല, ഒരു 20 സ്ട്രിപ്സാണ് ചെയ്യുന്നത് കേട്ടോ. സ്ട്രിപ്പിനാണല്ലോ ഹൈലൈറ്റിന് പൈസ. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ അതേ ലാസ്റ്റ് ഇതാണ് 20 സ്ട്രിപ്സ് ചെയ്തപ്പോൾ തന്നെ അടിപൊളി. അവർ ഒരു 40 ഒക്കെ ചെയ്താൽ നല്ല സൂപ്പറായിരിക്കുന്നു. പക്ഷെ അത്ര ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 20 സ്ട്രിപ്സിൽ നിർത്തി. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും വെയിലത്തും വെളിച്ചത്തൊക്കെയാണ് കാണാം. അതിൻ്റെ ലൈറ്റിൻ്റെ ഷെയ്ഡ് വരുമ്പോൾ അത് അത്ര മനസ്സിലാവില്ല, ഇതിലത്ര കാണുന്നില്ല. പക്ഷെ നന്നായിട്ട് പുറത്തിറങ്ങിയാൽ ശരിക്കും ആ ഒരു ഗോൾഡൻ കളർ കാണും. അത് കഴിയുമ്പോൾ നല്ല മഴ. ഞാൻ 1 മണിക്കൂർ പാർലറിനായിരുന്നു, കാരണം ഞാൻ കുട എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മിത്തക്കുട്ടീനെ കുടയുമായി വരാൻ പറഞ്ഞ് അങ്ങനെ പോയിട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇതാണ്. സമയമെല്ലാം കഴിയുമ്പോഴേക്കും രാത്രി 9 മണിയായിരുന്നു. അപ്പോൾ ഇനി വേറൊരു ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.